എടാ ജോർജ് കൊല്ലത്തെ വാസുവിന്റെ മോള് തൂങ്ങി അടിച്ചാണെന്ന്. ആടാ കഷ്ടായി പോയി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഞാൻ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ അല്ലട്ടാ, അവളിപ്പോഴായിരിക്കും എഴുത്ത് വായിച്ചിട്ടുണ്ടാവുക. ഓ എടാ ജോർജ്, ഈ ദുർമരണപ്പെട്ടവരുടെ ആത്മാക്കള് മരിച്ച പ്രദേശത്തൊക്കെ ചുറ്റിത്തിരിയെന്ന് പറയുന്ന സത്യമാണോ? അതിപ്പോ ആരെങ്കിലും വിശ്വസിക്കടാ അത്? ഫൂളിഷ് തിങ്സ്. നീ അല്ലാണ്ട് തുളസി നീ എന്തുട്ടാ അക്രമേ കാണിച്ചേ? അത് ഓടിപ്പോയല്ലോ. ഞാൻ ആ പിശാചിനെ ഓടിക്കാൻ കുരിശ് കാണിച്ചാ. കുരിശാ? ആ വെള്ളി കുരിശ്. ഇത് കുരിശ് കണ്ടിട്ടില്ലടാ, പുണ്യന്റെ കുന്തം കണ്ടിട്ട് ഓടിയേ. എന്താ മോളെ, എന്തു പറ്റി? മനുഷ്യരെന്നടാ. ആരാ? എന്താ പാതിരാത്രിക്ക്? എന്റെ പേര് പ്രഭാരൻ നായർ. എന്റെ മോള് ബിന്ദു. ഞങ്ങളങ്ങ് കായപ്പമംഗലത്ത് നിന്ന് വരികയാണേ. നിങ്ങളിൽ ആരാ ജോർജ്? ആ എനിക്ക് മനസ്സിലായി. കല്യാണ ആലോചനയിട്ട് വന്ന ആൾക്കാരല്ലേ? നമ്മുടെ ബ്രോക്കർ സുന്ദരേശൻ പറഞ്ഞ കേസ്. അത് ജോർജിനല്ല, എനിക്കാ. ഹലോ ബിന്ദു, അച്ഛൻ ഇങ്ങോട്ട് വരൂ, നമുക്ക് മാറിയും സംസാരിക്കാം. ആലോചന എന്നല്ല, ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണതിനെ പറ്റി പറയാനാ. പകല് വന്നപ്പോ കണ്ടില്ല, രാത്രി ഇവിടെ ഉണ്ടാവും അറിഞ്ഞു. ഈ മത്തായി പറമ്പിൽ എന്തുട്ടെങ്കിലും തുടങ്ങണമെങ്കിൽ ജോർജിനോട് ആലോചിക്കണം എന്ന് അറിഞ്ഞു. അതുകൊണ്ടാ. ഓ ജോർജ് ഞാൻ തന്നെയാ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പരിപാടി ഇവിടെ നടക്കില്ല പറയില്ല ജോർജേട്ടാ. പെങ്ങളെ, ഈ പറമ്പെന്ന് പറയണത് ഞങ്ങളുടെ ഹാർട്ടാണ്. അതിലേക്ക് ഇപ്പൊ ആരെ കമ്പിയൊക്കെ കുത്തിക്കരുന്നത് ഞങ്ങക്ക് സഹിക്കില്ലേ? അപ്പൊ ആ ഒരു കാര്യം ചെയ്യും, അച്ഛനെ കൂട്ടിട്ട് വേഗം സ്ഥലം വിട്ടോ. എന്തുട്ടിങ്ങനെ നോക്കി നിക്കണേ? ചന്ദ്രൻ പോയിട്ട് സൂര്യൻ വരാറായി. വേഗം വിട്ടോട്ടാ. വേറെ കണ്ടുപോരുത്. അതെ, ലേഡീസിന് മാത്രമായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിട്ടാ. എന്താ പറഞ്ഞേ? നീ തൊള്ളോർ കണ്ടിരിക്കട. എന്താ പറഞ്ഞേ? ഇവിടെ ലേഡീസിന് വേണ്ടിയാ. മാപ്രാണത്തുള്ളതേ ആണുങ്ങൾക്ക് മാത്രമുള്ള ഡ്രൈവിംഗ് സ്കൂളാ. സ്കൂട്ടറും കാറും ഒക്കെ പഠിച്ചാ ഈ ബസ്സിലൊന്നും തൂങ്ങിപ്പിടിച്ച് പോണ്ടല്ലോ. പിന്നെ വേറെ ശല്യങ്ങളും സഹിക്കണ്ട. ഞാൻ ആ റൂട്ടിൽ പോയിട്ടില്ല. അവർക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കണ്ട മോളെ. അവർക്ക് ഈ പറമ്പിനോടുള്ളത് വൈകാരിക ബന്ധ. നമുക്ക് വേറെ ഏതെങ്കിലും മൈതാനം കിട്ടുമോ നോക്കാം. വാ, സൂര്യൻ വരുമ്പോ നമുക്ക് കുടുംബത്തെത്താം. അച്ഛൻ എന്തുട്ടിപ്പ ഇങ്ങനെയൊക്കെ പറയണേ? അച്ഛനാ? ആരുടെ അച്ഛൻ? ദൈവന്റെ അച്ഛൻ. ഞാൻ വിട്ടു. അല്ല, ഇയാളുടെ അച്ഛനല്ലേ ഇത്? സൂര്യനൊക്കെ വരാൻ ഞാൻ 5-6 മണിക്കൂർ എടുക്കുന്നത്. അല്ല, എന്നെ കുറിച്ച് പറഞ്ഞവര് അപ്പൊ മറ്റേ കാര്യം പറഞ്ഞിട്ടില്ലാവോ? അല്ല, അതിപ്പോ നമ്മുടെ അടുത്തേക്ക് ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഈ ജോർജേട്ടൻ വെറും കേട മടക്കി വിടില്ല. പറമ്പ് നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ കമ്പി ഊത്തിയിറക്കൽ വിഷമാവില്ലാവോ? അല്ല, ഇല്ലെന്നേ. അല്ല, ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഹൃദയം കല്ലാക്കി മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ നാളെ 7 മണിക്ക് തന്നെ തുടങ്ങിക്കോട്ടെ. ചോദിക്കണേ, ഫുൾ സപ്പോർട്ടല്ലേ? എന്റെ മകൻ എന്നും ഈ ചേട്ടില് തന്നെ. നീ എന്തുട്ര കളിക്കണേ? നമ്മൾ 5 പേര് കണ്ണടച്ച് പ്രാർത്ഥിക്കാനിരുന്നുണ്ടെങ്കിൽ ഈച്ച വന്ന ഫുഡ് സ്പൈലാക്കും. എവിടെയൊക്കെ പോയിരുന്ന റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഈച്ച എന്നറിയില്ല. ഒന്ന് മിണ്ടാതിരിക്കട്ടെ ജോർജ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളിയിലേക്ക് തീരിമിറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഞാൻ റെഡിയാക്കി കൊടുത്തല്ലോ. അത് കണ്ടവർക്ക് മറിച്ചു വിറ്റ് നിന്റെയൊക്കെ വട്ടച്ചെലവ് നടത്താനുള്ളതല്ല അല്ലേ? ആ മത്തായിയുടെ പറമ്പ് അവിടെ ആരേലും എന്തുട്ടേലും പരിപാടിക്ക് വന്നാല് അതിനിവര് കാശ് വാങ്ങിക്കണമെന്ന്. എന്തുട്ട അവകാശത്തിന്റെ പേരിലാണ്ടാ? അത് മത്തായി പള്ളിക്ക് അവകാശപ്പെടുത്തി തന്ന പറമ്പാണ്. എന്റെ അപ്പ, ഒരു നാട്ടില് വെറുതെ കിടക്കണ പറമ്പ്, മൈതാനം, സ്പോർട്സ് ക്ലബ്ബ് അതൊക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ആണ്. വെറുതെ നടക്കണ യങ്സ്റ്റേഴ്സിന്. അതാണ്. നീ ഇടയ്ക്ക് എഴുതിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ജോർജെ, നിന്നെ ഒരു പുരോഹിതനായിട്ട് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അതിനവൻ തയ്യാറായിരുന്നല്ലോ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് പുരോഹിതനാവണമെന്ന്? വെറും പുരോഹിതനല്ല, ബിഷപ്പ്. നമ്മുടെ സഭയിൽ കല്യാണം കഴിച്ച ബിഷപ്പ് ആവാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? കണ്ട, അച്ഛൻ കെട്ടി പള്ളിയിൽ അച്ഛനായി കുട്ടികളുടെ അച്ഛനായി. ഞാൻ മാത്രം കെട്ടണ്ട് ബിഷപ്പ് ആയിക്കോളാൻ. ഭയങ്കര സെൽഫിഷാണ് അമ്മച്ചി. അപ്പച്ചൻ ഭയങ്കര സെൽഫിഷാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ നിന്നോട് ഇനി മിണ്ടനില്ല. അമ്മച്ചി എന്നോടെല്ലാം മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ. നിന്നോട് ഞാൻ ഇനി ഒന്നും പറയണില്ലാന്ന്. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഇവനിലാണ്. ഫാദർ ജോസ് വടക്കൻ. അത് പോരിച്ചൂട്ട അപ്പച്ച. അപ്പച്ചന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ഒരു ദിവ്യ വലയം കാണുന്നുണ്ട്. അപ്പനത് ശ്രദ്ധിച്ചാ? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. ആടാ, ഈ പ്രഭ വല്ലാണ്ട് ഓവർ കഴിഞ്ഞ പിടിച്ച കിട്ടില്ല, പ്രാന്തായി പോവും. നീയാണ് ഇവിടെ ഇപ്പൊ ഓവർ. മോനെ ജോസേ, നീ നാളെ കാലത്ത് 5 മണിക്ക് എണീക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന്.
തുമ്മല് ചീറ്റി പോയതാന്ന്. ആരാണ്ട് യന്ത്രത്തിന് പാല് കാച്ചാനാണ് അലാറം വെച്ചത്. ഈശോയെ ഗേൾസ്. ഹൈ, നിങ്ങൾ നേരത്തെ വന്നാ? ഇന്നലെ വീട്ടിൽ പോയല്ലേ നേരത്തെ വരേണ്ട കാര്യമുള്ളൂ. സ്റ്റുഡൻസ് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലടാ. മണി 7:30 അവരെ കാണാനില്ലല്ലോ. പെൺകുട്ടികളല്ലടാ ഈ കുട്ടികള്. കാലത്ത് നേരത്തെ എണീക്കില്ല. ഭയങ്കര മടിയാണ് ഈറ്റൾക്ക്. എണീറ്റ് തന്നെ ഒന്ന് ഞെളിഞ്ഞ് വാട്സപ്പ് ഫേസ്ബുക്ക് നോക്കിയിട്ട് മെല്ലെ വരും. പല്ലേച്ചാ മതിയായിരുന്നു കുട്ടികളൊക്കെ. അവനവന്റെ ഭാര്യ വല്ലതൊക്കെ ഉണ്ടോ നോക്കണില്ല. ഇറങ്ങിയിരിക്കണ്ടി. ബിന്ദു മാത്രമേ ഉള്ളൂ? ഇല്ലടാ, ദേ കാറുണ്ടാ. വണ്ടിമ പിരമിഡൊക്കെട്ടാണല്ലോ പറഞ്ഞേ. A to Z നന്നായി മതിയായിരുന്നു. ഓ എൻട്രി കലക്കി. തള്ളിറങ്ങിട്ടാ പുറകിടാവുണ്ടാവും. പിന്നെ തള്ളയല്ല. എനിക്കിടാവോ വണ്ടിക്കകത്തിരുന്ന് വിരിഞ്ഞ് തള്ളേതാവോ? വരും. ഇത് പിന്നെ തള്ളയല്ല. ഇത് കുടുംബശ്രീക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നുട്ടോ ജോർജ്. ഈ ബിന്ദു എന്തുട്ടാ നമ്മുടെ ലൈഫ് ഫുൾ സ്റ്റോപ്പിടാനായിട്ട് എന്നിട്ട് കളി കളിക്കണേ? നിങ്ങൾ ഇവിടെ വന്നേ. ഗുഡ് മോർണിംഗ് ഡ്രൈവിംഗ് ടീച്ചർ. എച്ചെടുക്കുമ്പോഴേ ചില കാര്യങ്ങൾ ബിന്ദു നോക്കണോട്ടാ. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തുടങ്ങിക്കോ. ശരി ടീച്ചർ. എന്താ ജോർജേട്ടാ, എന്തുട്ടാ കാര്യം? കുട്ടിക്ക് എന്തുട്ട് പറഞ്ഞിട്ട് ഗ്രൗണ്ട് തന്നെ? ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ. ആർക്ക് വേണ്ടിട്ട്? ലേഡീസിന് വേണ്ടി. എന്നിട്ട് അവിടെ എന്തുട്ട് എവിടെയെന്ന്? ടെസ്റ്റ് സ്കൂട്ടർ അവിടെ ഉണ്ട്, പിന്നെ കമ്പികളൊക്കെ അവിടെ ഉണ്ട്, ബോർഡ്. അതല്ല പിന്നെ പെൺകുട്ടികളെവിടെ? ഗേൾസ് എവിടെന്ന്? അത് ജോർജ്. ആ നിക്കണ കാവടികളാണ് ഗേൾസ് എന്ന് ഉദ്ദേശിക്കണെങ്കിൽ മോളെ വേറെ പറമ്പ് നോക്കിയോട്ടോ. സ്കൂളിൽ പോവാനും കോളേജിൽ പോവാനൊക്കെ ഇളം പെൺകുട്ടികൾ പെടണ പാട് കണ്ടിട്ട് അവര് ഫേസ് ചെയ്യണ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മനസ്സിലാക്കി അവരെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിട്ടാണ് കുട്ടിക്ക് ഡ്രൈവിംഗ് സ്കൂളിലൂടെ അനുവദിച്ച് സ്ത്രീ ശാക്തീകരണം. ഇതൊക്കെ ഒരു തവണ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് മെല്ലക്കണ്ട് കയറിക്കോട്ടാ. എന്നും മഹത്തായ ലക്ഷ്യം, സ്വപ്നം, അതാണ് ഞങ്ങൾ യുവാക്കളുടെ മനസ്സിൽ. ഇവരൊക്കെ കുടുംബശ്രീക്കാരെ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചോളൂ. നിങ്ങളെ രാജന്റെ ഭാര്യയല്ലേ? അതെ. അങ്ങനെ നല്ല മനുഷ്യനല്ലോ. അടിച്ചു കൊടുത്ത് കിടക്കും. നിങ്ങൾ എടുത്തോണ്ട് പോയി ഇടിച്ചു കൊടുത്ത് കിടക്കൂലേ? അതാ മക്കളെ കുഴപ്പം. അദ്ദേഹം അടിച്ചടിച്ചെടുത്ത് കിടക്കുവേ. ഇതൊന്ന് പഠിച്ചെടുക്കാൻ ഒട്ടകം ടാക്സിയും പിടിച്ച കാശ് കളയണ്ടല്ല, എനിക്ക് തന്നെ കൊണ്ടുവരാല്ല. അതാ മൈക്രോ ഫിനാൻസ് അംഗമല്ലേ? കൊടുക്കത്തെ ബുദ്ധിട്ടാ. വണ്ടി കയറിക്കേ. ഡോറടിച്ചേ. എടുത്തോ ജോർജേട്ടാ, ഞാൻ പറയണൊന്ന്. ബിന്ദു തേങ്ങയുടെ മൂടും പറയണ്ടട്ടാ. കൊലച്ചതിയായി പോയി. വെറുതെ മനുഷ്യന്റെ വെളുപ്പങ്ങൾ തോർക്കങ്ങളായിട്ട്. ജോർജ്, എടാ നമ്മളെ MLA കല്ലൂക്കാരൻ മരിച്ചു. ചെലവുണ്ടാ. എന്തുട്ടടാ? എപ്പോഴാ? ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല കിടന്നോർത്തിരുന്ന മനുഷ്യനാ. സൈമൻ കൂടെ ഉണ്ടായിരുന്ന ആള് വരുന്നേ ഉള്ളു തൃശ്ശൂരിന്ന്. ആണോ? എന്നാ അവിടെ കാണാ. വാടാ ജോർജേട്ടാ. ചോർച്ചണ്ടെങ്കിൽ അടച്ചോ. സൈമൻ സാധനർക്കോ? നീ ചോദിച്ചോക്ക്, ചിലപ്പോ കിട്ടും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിച്ചു എന്ന് കരുതി ആശ്വസിക്കുക സൈമ. എന്തുട്ട് ഇയാളീ പറഞ്ഞത്? 93 വയസ്സായി. നേരത്തെ വിളിച്ചു? നേരത്തെ വിളിച്ചിണ്ടാവും. കേട്ടത് ഇപ്പോഴായിരിക്കും. ആൾക്ക് ചെവി കുറവാ. ഈ പൊട്ടനാണ് ജനങ്ങളുടെ പരാതി കേട്ട് ഇത്രയും നാള്. കേക്കല് മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നടത്തിയിരുന്നില്ലല്ലോ. സൈമ